അസ്സലാമു അലൈക്കും. സ്നേഹമുള്ളവരെ, സൂഫിസത്തെക്കുറിച്ചുള്ള വിഷയങ്ങൾ പറഞ്ഞുകൊണ്ടു പോകുമ്പോൾ നിങ്ങൾ കേൾക്കുന്ന അറിവുകൾ സൂഫിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം വിഷയങ്ങൾ അത് പല പണ്ഡിതന്മാരും അതുപോലെ തന്നെ സൂഫികളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളൊക്കെ ധാരാളം അറിവുകൾ ഈ യൂട്യൂബിലൂടെ തന്നെ പങ്കുവച്ചിട്ടുണ്ട്. അത്തരം കഥകൾ വീണ്ടും പറയുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. എല്ലാവരും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ആ കഥയ്ക്ക് യാതൊരു അർത്ഥവുമില്ല. കാരണം ഒരാൾ പറയുന്ന ശൈലി ആ ശൈലി ആയിരിക്കില്ല മറ്റൊരാൾ പറയുന്നത്. വിഷയങ്ങൾ ഒന്നു തന്നെയാണെങ്കിലും ഓരോരുത്തർ അവതരിപ്പിക്കുന്ന രീതികളൊക്കെ വ്യത്യസ്തമായ രീതിയിലായിരിക്കും. ഞാൻ ഇതിൽ പറഞ്ഞു പോകുന്നത്, നമ്മൾ സൂഫിസത്തെക്കുറിച്ച് പഠിച്ചിട്ട് കാര്യമില്ല, സൂഫികളെക്കുറിച്ച് അറിഞ്ഞിട്ടും കാര്യമില്ല. നമ്മൾ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ ഒന്ന് ശരിയാക്കുക എന്നുള്ളതാണ്. ആ ഒരു വിഷയത്തിലേക്കാണ് ഞാൻ ഓരോ വ്യക്തികളെയും കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ എന്നെ ശരിയാക്കുന്നതിനോടൊപ്പം തന്നെ കേൾക്കുന്ന നിങ്ങളും ശരിയാകാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഈ ശബ്ദ സന്ദേശം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ സൂഫിസം എന്ന് പറയുമ്പോൾ അതിൻ്റെ മേഖലകൾ പല വഴികളിലൂടെ കടന്നു വന്നതിനെക്കുറിച്ച് പലരും പല രീതിയിലൊക്കെ പറഞ്ഞു വച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ ഈ കഥ കേൾക്കുന്നത് എന്തിനാണ്? ഒരു കഥ നമ്മൾ കേൾക്കുന്നത് ആസ്വദിക്കാൻ വേണ്ടിയാണോ, അതോ ആ കഥ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ വേണ്ടിയിട്ടാണോ? ഭൂരിഭാഗം ആളുകളും കഥകൾ കേട്ടുകൊണ്ട് ജീവിച്ചു പോകുന്നു എന്നുള്ളതാണ് വാസ്തവം. എങ്കിൽ അത് അനുഭവത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നവർ വളരെ കുറവാണ്. പ്രത്യേകിച്ച് സൂഫിസത്തെക്കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ ശരീഅത്തുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളൊക്കെ 100-90 പേരെങ്കിലും അത് നിർവഹിച്ചു പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഈ ചെയ്യുന്ന ആളുകളൊക്കെ പല വ്യത്യസ്തമായ അറിവുകളിലൂടെയാണ് അള്ളാഹുവിനോടുള്ള ഇബാദത്തുകൾ പൂർത്തിയാക്കുന്നത്. വ്യത്യസ്തമായ അറിവ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇസ്ലാമിൽ തന്നെ പലതരം അനുഭവങ്ങൾ കണ്ടവരും അതുപോലെ തന്നെ വ്യത്യസ്തമായ അറിവുകൾ കൊണ്ട് ചില പുതിയ മതവിശ്വാസികളുണ്ടാവുകയും ഒരു വിഭാഗം അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ടും മറ്റൊരു വിഭാഗം അള്ളാഹുവിനെയും അവൻ്റെ ഔലിയാക്കന്മാരെയും വിശ്വസിച്ചുകൊണ്ടും അങ്ങനെ പല രീതിയിലും പോകുന്ന പലതരം ആളുകളുണ്ട്. എങ്കിൽ കുറേ ആളുകൾ ഇതൊക്കെ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ബാങ്ക് കൊടുക്കുമ്പോൾ പോയി നിസ്കരിക്കുക, റമദാൻ മാസം വരുമ്പോൾ നോമ്പ് പിടിക്കുക എന്നുള്ള ആശയത്തിലൂടെ കടന്നു പോകുന്നവരുമൊക്കെ ഉണ്ട്. നമ്മളിത് കേൾക്കാൻ തയ്യാറാകുമ്പോൾ അള്ളാഹുവുമായിട്ടുള്ള ബന്ധം, ആ ബന്ധം എത്രത്തോളം നമുക്ക് ഊട്ടി ഉറപ്പിക്കാൻ എങ്ങനെ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. കഥ കേട്ടിട്ട് കാര്യമില്ല. ആ കഥ നമ്മുടെ ജീവിതത്തിലേക്ക് എങ്ങനെ കൊണ്ടുവരാൻ കഴിയും? വളരെ ചുരുക്കി പറഞ്ഞാൽ നമുക്കാദ്യം
സൂഫിസം അല്ലെങ്കിൽ ഒരു സൂഫി എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന ഓരോ വ്യക്തികളുടെയും മുൻകാല ജീവിതങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഇവരൊക്കെ സൂഫികളാകുമോ? കുട്ടിക്കാലം മുതലേ തന്നെ നന്മകളൊക്കെ ചെയ്തു വന്നവരാണ് സൂഫികൾ എന്നൊക്കെ പൊതുവെ പലർക്കും ധാരണയുണ്ട്. പലരും പല ജീവിത അനുഭവങ്ങളിലൂടെയാണ് ഒരു സൂഫി ആയി മാറിയിട്ടുള്ളത്. ഒരുപക്ഷെ അവൻ്റെ മുൻകാല ജീവിതം നമുക്ക് പോലും അംഗീകരിക്കാൻ പറ്റാത്ത തരത്തിലായിരിക്കാം. അതിനു മുമ്പായി പ്രവാചക പ്രഭു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒരുപാട് സഹാബത്തുകൾ. ഇന്ന് നമ്മൾ ഉമർ എന്ന് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മുൻകാല ജീവിതം എടുത്തു നോക്കുമ്പോൾ അവർ ചെയ്ത പ്രവൃത്തികൾ നാം അറിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ കൊണ്ട് ഉണ്ടായ നന്മയാണ് റളിയല്ലാഹു അൻഹു എന്ന് പറയാൻ കാരണമായത്. എങ്കിൽ അവരുടെ മുൻകാല ജീവിതം എടുത്തിട്ട് അവരങ്ങനെ ആയിരുന്നല്ലോ, അതുകൊണ്ട് ഞാനിങ്ങനെ പറയില്ല എന്ന് പറഞ്ഞാൽ പല സൂഫികളെയും അവരുടെ മുൻകാല ജീവിതം നോക്കി വിലയിരുത്തുന്നവരുണ്ട്. പ്രവാചകനെ കൊല്ലാൻ വന്ന ഒരാളാണ് ആര്? ഉമർ റളിയല്ലാഹു അൻഹു. എങ്കിൽ കൊല്ലാൻ വരുന്നതിന് മുമ്പ് അവർ ചെയ്ത ക്രൂരകൃത്യങ്ങളൊക്കെ ഒന്ന് പഠനം നടത്തിയാൽ നന്നായിരിക്കും. അപ്പം അങ്ങനെ ഒരാൾ ഇങ്ങനെ ആകുമോ? ഇവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. എത്ര അലവലാതിയായാലും അവൻ്റെ ജീവിതത്തിലേക്ക് ഒരു വെളിച്ചം കടന്നു വരാൻ ചിലപ്പോൾ റബ്ബ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവനിൽ മാറ്റമുണ്ടാകും. ആ മാറ്റത്തിലേക്ക് അവൻ എത്തപ്പെടാൻ പല കാരണങ്ങളും ഉണ്ടാകും. ആ കാരണങ്ങളിലൂടെ അവൻ മാറ്റങ്ങളിലേക്ക് കടന്നു വന്ന് അവൻ ഒരു പൂർണ്ണമായ നന്മയിലേക്ക് കടന്നു വരുമ്പോൾ അവനൊരു സൂഫിയായി മാറുകയാണ്. ഷെയ്ഖ് അബൂബക്കറുൽ ഖത്താനി റളിയല്ലാഹു അൻഹു പറയുന്നു, സൂഫികൾ എന്നാൽ സൽസ്വഭാവത്തിൻ്റെ പ്രതീകങ്ങളാണെന്നാണ്. ഒരാളിൽ എത്രത്തോളം സൽസ്വഭാവമുണ്ടോ അയാൾ അത്രത്തോളം സൂഫിയാണ്. അപ്പോൾ ഒരാൾക്ക് ഒരു സൽസ്വഭാവം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ആ സൽസ്വഭാവത്തിലേക്ക് അയാൾ എത്തപ്പെടാൻ അയാൾ ഏതെങ്കിലും ഒരു ഷെയ്ഖുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയാളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ അയാൾ പരിശ്രമിക്കുന്ന പരിശ്രമങ്ങൾ, ആ പരിശ്രമങ്ങളുടെ വിജയമാണ് അയാളെ സൂഫിയാക്കി മാറ്റുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ ഓരോ തിരിച്ചറിവുകൾ കൊണ്ട് അവരിലേക്ക് കടന്നു വന്ന ഓരോ സഹാബത്തുക്കളും ആ സഹാബത്തുക്കൾ മുൻകാലത്ത് എങ്ങനെ ജീവിച്ചിരുന്നുവോ ആ ജീവിത സ്വഭാവങ്ങളിൽ നിന്നെല്ലാം പ്രവാചകനെ പിൻപറ്റിക്കൊണ്ട് അവർ നന്മയുടെ വഴികളിലേക്ക് മെല്ലെ മെല്ലെ കടന്നു വന്നുകൊണ്ട് അവർ അവരുടെ ജീവിതത്തെയും അവരുടെ മരണത്തെപ്പോലും അള്ളാഹുവിന് സമർപ്പിച്ചുകൊണ്ട് അവരുടെ ജീവിത സുഖങ്ങളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഒരുപാട് പേര് പല രീതിയിലും ശത്രുക്കളാൽ നിഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് പോലും അവർ വിശ്വസിച്ച വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാതെ അവർ മൺമറഞ്ഞതിൻ്റെ ഫലമായിക്കൊണ്ട് അത്തരം ആളുകളെയൊക്കെ ഇന്നും നാം സ്മരിക്കാൻ കാരണമായത് ആ ഒരു വിഷയം കൊണ്ട് തന്നെയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഓരോ വ്യക്തികളുടെയും ഉള്ളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എഴുതി വച്ചിട്ടുണ്ട് അവൻ ഇന്നതായി തീരണം. അതിലേക്ക് അവൻ ഓട്ടോമാറ്റിക്കായി എത്തപ്പെടും. അതിന് കുറേ കാരണങ്ങളുണ്ടാകും.
ഒരുപക്ഷെ ഒരു വ്യക്തി അവൻ്റെ കുടുംബജീവിതത്തിൽ വളരെ സന്തോഷവാനായി കടന്നു വരികയും ചില സാഹചര്യങ്ങൾ കൊണ്ട് ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാവുകയും ആ പ്രതിസന്ധികളിൽ അവൻ അകപ്പെട്ടുകൊണ്ട് ഒരുപക്ഷെ നാട് തന്നെ വിട്ടു പോകേണ്ടി വരികയും അങ്ങനെ നാട് വിട്ടുപോയ വ്യക്തി കുറേ കാലത്തിന് ശേഷം വലിയൊരു സൂഫിയായി കടന്നു വരികയും ചെയ്യുന്നു. അങ്ങനെ കടന്നു വരുമ്പോൾ അവർ പറയുന്ന അറിവുകൾ അവർ പഠിച്ച കാര്യങ്ങളല്ല, അത്തരം വിഷയങ്ങൾ പഠിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ കേൾക്കാത്ത പുതിയ പുതിയ അറിവുകൾ അവരിൽ നിന്ന് കേൾക്കുമ്പോൾ അവരുടെ ജീവിത പ്രശ്നവും അവർ ഇപ്പോൾ പറയുന്ന കാര്യവും കൂട്ടിക്കുഴക്കാതെ അവർക്ക് ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ സമീപിക്കുമ്പോഴാണ് നാമും അവരും തമ്മിൽ ഒരു നല്ല ലയനത്തിലേക്ക് എത്തപ്പെടുന്നത്. അപ്പോഴാണ് നമ്മുടെ ഉള്ളിലെ പ്രശ്നങ്ങൾ അവർക്ക് തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ. കുപ്പിയുടെ അകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളുടെ കൽബകം എന്നോവർ. ഇതൊരു രസകരമായ സംഭവമാണ്. സൂഫികളെ സംബന്ധിച്ചിടത്തോളം ഗൗസുൽ ആദം ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി അവർകളെക്കുറിച്ച് എഴുതിയ ഒരു മദ്ഹ്, അതിനെ മുഹീദ്ദീൻ മാല എന്ന് വിശേഷിപ്പിക്കുന്നു. വിശ്വാസികളായ ധാരാളം ആളുകൾ മുഹീദ്ദീൻ മാല ചൊല്ലാറുണ്ടായിരുന്നു പണ്ടുകാലങ്ങളിലൊക്കെ. ഇപ്പോഴൊക്കെ വളരെ അപൂർവങ്ങളാണ്. എൻ്റെയൊക്കെ കുട്ടിക്കാലത്തൊക്കെ സിനിമാ പാട്ട് പാടുന്നതിന് പകരം മുഹീദ്ദീൻ മാല പാടിക്കൊണ്ടിരുന്നു. അപ്പോൾ ആ മുഹീദ്ദീൻ മാലയിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ടെങ്കിലും അതൊക്കെ എന്താണ് എന്ന് നമുക്കറിയില്ലായിരുന്നു. പിന്നീട് വളർന്നു വന്നപ്പോൾ അതിലെ ഓരോ വരികൾക്കും വലിയ വലിയ അർത്ഥങ്ങളുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പോൾ അതിലൊരു വരിയാണ്, കുപ്പിയുടെ അകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളുടെ കൽബകം എന്നോവർ. അതായത് അവർക്ക് ഒരാളുടെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവ് ഉണ്ട് എന്നാണ് ആ ഒരർത്ഥത്തിൽ നിന്ന് നാം മനസ്സിലാക്കിയെടുക്കുന്നത്. എങ്കിൽ അതിനെ വേറൊരു തലത്തിൽ ചിന്തിക്കുമ്പോൾ അവർക്കങ്ങനെ എല്ലാം അറിയാനുള്ള കഴിവല്ല. അവർ സാധാരണ രീതിയിൽ ജീവിക്കുന്നു, അവരങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ മുമ്പിൽ വന്നു പെടുമ്പോൾ ആ വന്നു പെടുന്ന ആളുടെ വിഷയം എന്താണോ അത് അവരറിയാതെ തന്നെ പറഞ്ഞു പോവുകയാണ്. പറഞ്ഞു തീരുമ്പോൾ അതൊരത്ഭുതമായി മാറുകയും തന്നെക്കുറിച്ചറിയാത്ത ഒരാൾ തൻ്റെ കഥകൾ മുഴുവനും പറഞ്ഞു, താൻ പോലും മറന്നുപോയ കാര്യം പറഞ്ഞു. അപ്പോൾ അതൊരു വലിയ അത്ഭുതം തന്നെയാണ്. അപ്പം അങ്ങനെ ഒരുപാട് കറാമത്തുകൾ ഇത്തരം സൂഫികളിൽ നിന്നൊക്കെ ഉണ്ടാകുന്നു. പക്ഷേ പണ്ഡിതന്മാർ അതിനെ വിവരിച്ച് അവരെ ഒരു TV ചാനൽ പോലെയാക്കി അവർക്കെല്ലാം കാണാനുള്ള കഴിവുണ്ട്. അങ്ങനെയല്ല. അതിൻ്റെ ഒരു യഥാർത്ഥമായ വശം എല്ലാം കാണാൻ കഴിവുള്ളവൻ അള്ളാഹുവാണ്. അള്ളാഹു അവരെ വല്ലാതെ സ്നേഹിച്ചതിൻ്റെ പേരിൽ അവർക്ക് എല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അത് എല്ലാം മനസ്സിലാക്കലല്ല, തൻ്റെ മുമ്പിലേക്ക് വന്നുപെടുന്ന ഒരാളെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് അയാളുടെ പ്രശ്നങ്ങൾ എന്താണോ അതവർക്ക് വെളിവാകുമ്പോൾ അവരത് പറയുന്നു. ചൊല്ലില്ല ഞാനൊന്നും എന്നോട് ചൊല്ലാതെ, ചൊല്ലൂ നീ എൻ്റെ അമാനിലതെന്നോവർ. അപ്പോൾ ഇങ്ങോട്ട് നമുക്കൊരു മെസ്സേജ് കിട്ടാതെ നമുക്ക് അങ്ങോട്ട് പറയാൻ പറ്റില്ല. അത് കിട്ടിയാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഇവരെയൊക്കെ ഈ പ്രസംഗത്തിലൂടെ ഇവരൊക്കെ വലിയ അത്ഭുത സിദ്ധിയുള്ള ആളുകളാക്കി മാറ്റിവെച്ചതിൻ്റെ പേരിൽ സ്വാഭാവികമായും എല്ലാവരും ചിന്തിക്കും, ഓ അത്രയും വലിയ കാര്യങ്ങളൊക്കെ അറിയാൻ കഴിവുള്ളവരാണ്, എങ്കിൽ എൻ്റെ കാര്യം ഒന്ന് പറയൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കാര്യം അവരുടെ ഉള്ളിലേക്ക് വന്നില്ലെങ്കിൽ പറയാനും കഴിയില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. രണ്ടുപേരും പരസ്പര വിശ്വാസത്തിൽ നിൽക്കുമ്പോഴാണ് അതിനൊരു യാഥാർത്ഥ്യമുണ്ടാകുന്നത്.
അപ്പോൾ ചെല്ലുന്നവനും കാണുന്നവനും, ചെല്ലുന്നവൻ തൻ്റെ പ്രശ്നങ്ങളുമായി ചെല്ലുമ്പോൾ കാണുന്നവൻ അത് കാണാൻ കഴിയുന്നത് രണ്ടുപേരുടെയും ആ വിശ്വാസത്തിൻ്റെ ഒരു നെഗറ്റീവും പോസിറ്റീവും കൂടി ചേരുമ്പോഴാണ് വെളിച്ചം ഉണ്ടാകുന്നതെന്ന് പറയുന്നത് പോലെ അവൻ വിശ്വാസിയായിക്കൊണ്ട് മുമ്പിലേക്ക് വരികയും ആ വിശ്വാസത്തിൽ വന്നവൻ വന്നതാരെ വിശ്വസിച്ചുകൊണ്ടാണ് അള്ളാഹുവിനോടുള്ള അമിതമായ വിശ്വാസത്തോടുകൂടി അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരാളാണെന്ന് തിരിച്ചറിഞ്ഞ് വരുമ്പോൾ ആ ഇഷ്ടപ്പെട്ട ആൾക്ക് അള്ളാഹു താല മെസ്സേജ് കൊടുക്കുന്നു, അവൻ്റെ പ്രശ്നം ഇതാണ്, അവൻ എന്നെ സ്നേഹിച്ചു വന്നതാണ്. അപ്പോൾ അവനെ അവൻ്റെ മാർഗത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് അവർ പരിശ്രമിക്കുമ്പോൾ ഒരുപക്ഷെ വന്നവൻ ഭൗതികപരമായിട്ട് ഒരുപാട് ഉന്നതങ്ങളിൽ നിൽക്കുന്നവനാണെങ്കിൽ അവൻ അള്ളാഹുവിനോടുള്ള മുഹബ്ബത്തിന് പ്രാധാന്യം കൊടുത്താണ് വന്നിരിക്കുന്നതെങ്കിൽ അള്ളാഹുവിലേക്ക് എത്തപ്പെടാൻ വേണ്ടിയിട്ട് പല നഷ്ടങ്ങളും അവനിക്ക് സംഭവിക്കേണ്ടി വരും. പക്ഷേ നേട്ടങ്ങൾക്ക് വേണ്ടി വരുന്നവരും അള്ളാഹുവിനെ ഇഷ്ടപ്പെടാൻ വരുന്നവരുമുണ്ട്. ഇപ്പം ഞാൻ തന്നെ ഈ ആത്മീയമായ വഴിയിൽ സഞ്ചരിച്ചു കൊണ്ടുപോകുന്ന സന്ദർഭങ്ങളിൽ പല ആളുകളെയും പരിചയപ്പെട്ടിട്ടുണ്ട്. പല ആളുകളും അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടാണ് മുമ്പിലേക്ക് വന്നത്. അപ്പോൾ ഞാൻ അവരോട് ചോദിക്കും, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? അപ്പോൾ അവർ പറയും, ഞങ്ങൾക്ക് ആഖിറം മതിയെന്ന്. അപ്പോൾ അവർക്ക് ആഖിറം മതി. പക്ഷേ ആ ആഖിറത്തിന് വേണ്ടി അവരെ ഒന്ന് മെരുക്കിയെടുക്കുമ്പോൾ അവരുടെ ഭൗതികപരമായ എല്ലാം മെല്ലെ മെല്ലെ അവരിൽ നിന്ന് തകർന്നു വീഴാൻ തുടങ്ങുമ്പോൾ അവർ വല്ലാത്തൊരവസ്ഥയിലാകും. എന്താണ് തനിക്ക് വിലപ്പെട്ടത്? എന്താണ്? തൻ്റെ സ്വത്ത്, തൻ്റെ കുടുംബം, ഇതിനൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിൽക്കുന്ന ആ മനുഷ്യൻ ഈ സൂഫിയുടെ പരീക്ഷണത്തിൽ അകപ്പെട്ടുകൊണ്ട് അവൻ എന്താണ് എന്നുള്ളത് സൂഫിക്കും മനസ്സിലായി. പക്ഷെ അത് അവനിക്ക് മനസ്സിലാകുമോ എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം അവൻ ആഖിറം വേണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആഖിറത്തിലേക്ക് പോകണമെങ്കിൽ അത്രയും സൽസ്വഭാവം അവനിൽ കടന്നു വന്നം, അവനൊന്നിനെയും മോഹിക്കുന്നവനാകരുത്. അപ്പോൾ അവന് ഒന്ന് പരീക്ഷണം നടത്തുമ്പോൾ അവനുണ്ടാക്കിയതെല്ലാം അവൻ്റെ മുമ്പിൽ നിന്ന് കൊഴിഞ്ഞു കൊഴിഞ്ഞ് താഴേക്ക് വീഴുമ്പോൾ അവൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് എന്താണെന്നുള്ളത് അവിടെ തിരിച്ചറിയണം. അവൻ സ്നേഹിച്ചത് ആഖിറത്തെയല്ല, അവനുണ്ടാക്കിയ സ്വത്തുവകകളെയാണ്. ഇനി നമുക്ക് ആ സ്വത്തുവകകളൊക്കെ നഷ്ടപ്പെടുത്തലല്ല, ഇനി അതുണ്ടായിക്കോട്ടെ, ഇതെല്ലാം ഉള്ള ആൾ തന്നെ നാളെ നേരം വെളുക്കുമ്പോൾ എഴുന്നേൽക്കുമോ എന്നുള്ളതിന് തന്നെ ഉറപ്പില്ല. അപ്പോൾ ആത്മീയമായ വഴിയിലേക്ക് കടന്നു വരുന്ന ഒരു സൂഫിയുടെ അരികിലേക്ക് കടന്നു വരുന്ന ഒരാൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ എന്താണ്, നമുക്കെന്താണ് വേണ്ടത് എന്നൊരു ചിന്ത ആദ്യം ഉറപ്പിക്കണം. നമുക്ക് രോഗമോ പ്രശ്നമൊക്കെ മാറാനാണെങ്കിൽ നമ്മൾ വന്നിട്ട് ആ കാര്യം പറഞ്ഞു, അത് മാറിക്കിട്ടി, ഇനി അവരെ പിന്തുടരരുത്, ഇനി അവരുടെ അടുത്ത് പോകരുത്. വളരെയധികം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ ചെന്നത് രോഗം മാറ്റാനാണ്. ഇപ്പം നമ്മളൊരു ഡോക്ടറെ കാണാൻ പോകണം എന്തിനാണ്? ഒരു പനി വരുമ്പോൾ ഡോക്ടറെ കാണാൻ പോകുന്നു. ആ ഡോക്ടറെ കണ്ടു, പനി നോക്കി, അതിനൊരു മരുന്ന് തന്നു, പനി മാറി. പിന്നെ നമ്മൾ ഡോക്ടറെ കാണാൻ പോകുന്നില്ലല്ലോ. പിന്നെ ഡോക്ടറായിട്ട് നമുക്ക് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ചെന്നാൽ ആ പരിഹാരം കിട്ടിയ അവിടെ നിന്ന് സലാം പറഞ്ഞേക്കണം, പിന്നെ അവിടെ നിൽക്കരുത്. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കണത് എന്തിനാ? പിന്നെ അവരെ സ്നേഹിക്കുന്നത് എന്തിനാ? അപ്പോൾ ഇവൻ്റെ പ്രശ്നങ്ങൾ മാറാൻ വന്നു, പ്രശ്നം മാറിയിട്ട് വീണ്ടും ആ ഷെയ്ഖിനെ പിന്തുടരുമ്പോൾ, ആ സൂഫിയെ പിന്തുടരുമ്പോൾ സൂഫി പോണത് എങ്ങോട്ടാ? അദ്ദേഹം ആഖിറത്തിലേക്ക് എത്തപ്പെടാനുള്ള വഴികൾ തേടി യാത്രയാകുകയാണ്. അപ്പോൾ ഈ കൂടെ നിൽക്കുന്നവനിക്ക് പിന്നെ പ്രശ്നങ്ങൾ വർദ്ധിക്കണേണ്. അപ്പോൾ ഒരിക്കലും നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം ആഖിറത്തിന് വേണ്ടിയിട്ടാണോ അവരോടൊപ്പം സഞ്ചരിക്കാം, ദുനിയാവിന് വേണ്ടിയിട്ടാണോ അവരോടൊപ്പം സഞ്ചരിക്കാതിരിക്കുക? ചെല്ലുന്ന കാര്യത്തിന് സലാമത്തായ അവിടെ നിന്ന് സലാം പറഞ്ഞേക്കുക, അവരോട് നന്ദിയുള്ളവരായിട്ടിരുന്നാൽ മതി. പക്ഷെ ഇവിടെ പല ആൾക്കാരും വന്നിട്ട് അങ്ങോട്ട് പിൻപറ്റും.
ഈ പിൻപറ്റിക്കഴിഞ്ഞ് അങ്ങോട്ട് പോകുന്നതോടുകൂടി ഇവർക്ക് പലതും നഷ്ടപ്പെടാൻ തുടങ്ങും. നഷ്ടപ്പെടാൻ തുടങ്ങുമ്പോഴത്തേക്കും അയാൾ കാരണം എൻ്റെ എല്ലാം പോയി എന്നുള്ള ചീത്തപ്പേര് ആ സൂഫിക്ക് സമ്മാനിച്ചുകൊണ്ട് ഇവർ പോവുകയും ചെയ്യും. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ യാത്രകളിൽ ഉണ്ടായിട്ടുണ്ട്. അത്തരം ആളുകൾ ഇപ്പോൾ ഒരിക്കൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഉള്ളിലേക്ക് അല്ലാഹു തആല മെസ്സേജ് തരും. വരുന്ന ആളുകൾ, ആ ആളുകളെ കാണുമ്പോൾ അവരൊരു പ്രശ്നപരിഹാരത്തിന് വന്നതാണ്, എൻ്റെ അനുഭവത്തിലുണ്ടായ ഒരു കാര്യം പറയുകയാണ്. ഒരുപാട് ആളുകൾ അവരെയൊക്കെ കാണാൻ വിധിയുണ്ടായി. പല സ്ഥലങ്ങളിലും പോയി. പോകാത്ത സ്ഥലങ്ങളില്ല. പല സ്ഥലങ്ങളിലും പലരെയും കണ്ടിട്ടുണ്ട്. ആ കണ്ടവരായിട്ടൊന്നും ബന്ധം നിലനിന്ന് പോകുന്നില്ല. അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറിപ്പോരുകയാണ്. എങ്കിലും മനസ്സിലാക്കിയ കുറച്ചാളുകൾ ഇപ്പോഴും ഞാനുമായിട്ട് ഉള്ള ആ ബന്ധത്തിൽ നിലനിന്ന് പോകുന്നുണ്ട്. അപ്പോൾ ആഖിറം പ്രതീക്ഷിക്കുന്നവനിക്ക് എന്ത് നഷ്ടപ്പെട്ടാലും ഒരു സങ്കടവും ഉണ്ടാകില്ല. അത്തരം ആളുകൾ എന്നോടൊപ്പം ഉണ്ട്. അതല്ല, ദുനിയാവ് ആഗ്രഹിച്ച് ദുനിയാവിൻ്റെ സുഖങ്ങൾ ആസ്വദിച്ച് തൻ്റെ ഭൗതിക നേട്ടങ്ങളായ സ്വത്തുവകകളൊക്കെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ആളുകൾക്ക് അത് നഷ്ടപ്പെടുമ്പോൾ അതൊരു വല്ലാത്ത വേദനയാണ്. അവർ സ്നേഹിച്ചത് അള്ളാഹുവിനെയോ ഒന്നിനുമല്ല. അള്ളാഹിനെ സ്നേഹിക്കുന്നത് തന്നെ ഭൂമിയിൽ നമുക്ക് സുഖം കിട്ടാനാണ്. സ്വർഗം ഭൂമിയിലാണോ എന്നെനിക്കറിയില്ല. അപ്പോൾ സ്വർഗം എവിടെയാണോ അങ്ങോട്ട് എത്തപ്പെടാൻ വേണ്ടിയിട്ടുള്ള യാത്ര, ആ യാത്രയിൽ പലതും ഉപേക്ഷിക്കപ്പെടും. അപ്പോൾ ഞാനായിട്ട് ഉപേക്ഷിപ്പിക്കുകയല്ല. നമ്മുടെ കഥയെല്ലാം നമുക്ക് മാറ്റിവെക്കാം. അള്ളാഹുവിൻ്റെ റസൂലിനെ തന്നെ എടുക്കാം. റസൂലിനെ സ്നേഹിക്കുന്നവരാണല്ലോ എല്ലാവരും. ഈ റസൂലിനെ സ്നേഹിച്ചുകൊണ്ട് ജീവിക്കുന്ന എല്ലാവരും ഒന്ന് ചിന്തിക്കുക. റസൂലിനെ സ്നേഹിച്ചതിൻ്റെ പേരിൽ സാമ്പത്തികപരമായിട്ട് സുഖകരമായിട്ട് ജീവിച്ച ഒരാൾ ആരാണ്? അങ്ങനെ ഒരാളെ നമുക്ക് കാണാൻ പറ്റുമോ? വളരെ നബിയെ പരിചയപ്പെട്ടതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് സ്വത്തുകൾ വർദ്ധിച്ചു, അദ്ദേഹത്തിന് സുഖസൗകര്യങ്ങൾ വർദ്ധിച്ചു, അദ്ദേഹം വളരെ കോടീശ്വരനായി. അങ്ങനെ ആരെങ്കിലും കാണാൻ പറ്റുമോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ റസൂലിനെ പരിചയപ്പെടുമ്പോൾ വീടും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ തൊഴിലും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഉടുക്കാൻ തുണിയില്ലായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ഓരോ സഹാബത്തുക്കളെയും എടുത്തു നോക്കിയാൽ അവരെല്ലാം റസൂലിനെ പരിചയപ്പെടുന്നതിന് മുമ്പ് അവരൊക്കെ അത്യാവശ്യം ജീവിക്കാനൊക്കെ കുഴപ്പമില്ലാത്തവരായിരുന്നു. പക്ഷെ അവരുടെ ജീവിതത്തിലേക്ക് പ്രശ്നങ്ങൾ കടന്നു വന്നത്, അവരൊക്കെ അക്രമങ്ങൾക്ക് വിധേയരാകേണ്ടി വന്നത് റസൂലിനെ പരിചയപ്പെട്ടതുകൊണ്ടാണ്. റസൂലിനെ പരിചയപ്പെടാണ്ട് നടന്നപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരുന്നു. റസൂലിനെ പരിചയപ്പെട്ടപ്പോൾ എല്ലാവർക്കും കഷ്ടകാലമായിരുന്നു. എന്താണ് അതിൻ്റെ കാരണം? അവരാഖിറത്തെ ഇഷ്ടപ്പെടുന്നു. നമ്മുടെ ജീവിതത്തിനൊരു മരണമുണ്ടെന്ന് അവർ തിരിച്ചറിയുന്നു. ആ മരണാനന്തര ജീവിതം നന്നാകണമെന്ന് അവരാഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഒന്നിനോടും താല്പര്യമില്ലാത്തൊരു മനസ്സുണ്ടാകുന്നു. കിട്ടുന്നതിൽ സംതൃപ്തി പൂണ്ട് ജീവിക്കാൻ ശ്രമിക്കുന്നു. എല്ലാവരോടും മാന്യമായി പെരുമാറിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പരിശ്രമിക്കുന്നു. തൻ്റെ നാവ് അശുദ്ധമായ ഒന്നും പറയാനായിട്ട് ഇടവരില്ലേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അത്തരം സംസാര വിഷയങ്ങൾ നടക്കുന്ന മേഖലകളിൽ നിന്ന് അവരൊഴിഞ്ഞു മാറുന്നു. അങ്ങനെ അവരെ സൂക്ഷിച്ച് അവർ ഓരോ വ്യക്തികളും അവരവരുടേതായ രീതിയിൽ അവരെ മാറ്റി ഉരച്ചിട്ടുണ്ട്. ഇതൊക്കെ വളരെ ഗൗരവമായിട്ട് ചിന്തിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഒരു കുടുംബം എന്നെ കാണാൻ വന്നു. അവരവരുടെ വിഷയം പറഞ്ഞു. ആ വിഷയത്തിന് പ്രതിവിധിയും കഴിഞ്ഞു. ഞാൻ അവരോട് പറഞ്ഞു, ഇനി എന്നെ കാണാൻ വരരുത്. അപ്പോൾ അവർക്കാകെ പ്രയാസമായി. ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത്?
നോക്കുമ്പോൾ അവരൊരു തെറ്റും ചെയ്തിട്ടില്ല. അവർ വളരെയധികം സ്നേഹത്തോടുകൂടി നമ്മുടെ അരികിലേക്ക് വന്നവരാണ്. നമ്മളിൽ നിന്ന് അവർക്ക് ഗുണം കിട്ടിയപ്പോൾ അവർക്ക് വലിയ സന്തോഷമായി. അതുകൊണ്ട് നമ്മളെ സ്നേഹിക്കാൻ അവർ തീരുമാനമെടുത്തു. പക്ഷെ ആ സ്നേഹം ഇവിടെ വേണ്ട എന്ന് പറഞ്ഞു. നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോയിക്കോളാൻ പറഞ്ഞു. പക്ഷെ അവർ പോകാൻ തയ്യാറായില്ല. അവർ ചോദിച്ചു, ഞങ്ങൾ മുഖാന്തരം എന്ത് പ്രയാസമാണ് അങ്ങേക്കുള്ളത്? നിങ്ങൾ മുഖാന്തരം എനിക്കൊരു പ്രയാസവുമില്ല, പക്ഷെ നിങ്ങളിൽ നിന്നൊരു പ്രയാസം ഞാൻ അനുഭവിക്കേണ്ടി വരും എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ 2 കൊല്ലം കഴിഞ്ഞപ്പോൾ അവരിൽ നിന്ന് അത്തരമൊരു പ്രയാസം ഉണ്ടാവുകയും ചെയ്തു. അതിന് 2 കൊല്ലം വേണ്ടി വന്നു. അപ്പം 2 കൊല്ലം കഴിഞ്ഞിട്ട് നടക്കാൻ പോകുന്നൊരു കാര്യമാണ് കണ്ടപ്പോൾ തന്നെ പറഞ്ഞത്. പക്ഷേ അവർ സങ്കടങ്ങൾ പറഞ്ഞ് ആ സങ്കടങ്ങൾക്ക് നമ്മളും വിധേയനായപ്പോൾ അവർ മുഖാന്തരം നമുക്കും മാനസിക വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. ഇങ്ങനെ പല ആളുകളുടെയും വിഷയത്തിൽ വേണ്ട എന്ന് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് നമ്മളെ അധികം വേദനിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ ഉള്ളിലേക്ക് ഓരോ തോന്നലുകൾ പല സമയങ്ങളിൽ, എപ്പോഴുമല്ല, ചില സമയങ്ങളിൽ ചില തോന്നലുകൾ വരും. ആ തോന്നലുകൾ ചിലപ്പോൾ നമ്മൾ വെട്ടിത്തുറന്ന് പറയും. ഒരിക്കൽ കൊടുങ്ങല്ലൂർ ഭാഗത്ത് ഇതുപോലെ ഒരു വീട്ടിൽ ചെന്നപ്പോൾ ആ വീട്ടിലിരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അവിടെയുള്ളൊരു സ്ത്രീയെ കണ്ടു. പ്രായമുള്ളൊരു സ്ത്രീയാണ്. എന്തോ പെട്ടെന്ന് എൻ്റെ വായിൽ നിന്ന് വന്നു, ഇവർ വെള്ളിയാഴ്ച മരണപ്പെടും എന്ന് ഞാൻ പറഞ്ഞുപോയി. അവരാകെ വിഷമത്തിലായി. അവർ വളരെയധികം പ്രയാസപ്പെട്ടു. പക്ഷേ ഞാൻ ആ വീട്ടിൽ നിന്ന് പോകുന്നതിൻ്റെ പുറകെ എൻ്റെ വീട്ടിലേക്ക് കുറച്ച് ആളുകൾ വന്നു. എന്നെ വെല്ലുവിളിച്ചു. താൻ ആരാടോ? അള്ളയാണോ? മരിക്കുകയും ജീവിപ്പിക്കുകയും ചെയ്യാനൊക്കെ കഴിവുള്ള ആൾ താനാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വളരെ മോശമായ രീതിയിൽ അവരെന്നെ പരിഹസിച്ചു. ഞാനൊന്നും മിണ്ടിയില്ല. അവർ കുറേ അസഭ്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അവർ പറഞ്ഞു, വെള്ളിയാഴ്ച ആകട്ടെ, എന്നിട്ട് എന്നെ കാണിച്ചു തരാമെന്നും പറഞ്ഞുകൊണ്ട് പോയി. വെള്ളിയാഴ്ച 10 മണിക്ക് ആ സ്ത്രീ മരണപ്പെട്ടു. ആ വിവരം ആ വീട്ടിലുള്ളവർ എന്നെ വിളിച്ചറിയിപ്പിച്ചു. അപ്പോൾ എന്നെ കൊല്ലാൻ വന്ന ആൾക്കാർ, അവരുടെ ബന്ധത്തിൽ കുറച്ച് മുജാഹിദുകാരുണ്ടായിരുന്നു, അവരായിരുന്നു. അപ്പോൾ ആ മരിച്ച വീട്ടിലേക്ക് ഞാൻ ചെന്നപ്പോൾ ഇവരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മൾ പെട്ടെന്ന് പറഞ്ഞു പോകുന്ന ചില വാക്കുകൾ നമ്മുടെ ഉള്ളിൽ തോന്നുന്നതുകൊണ്ട് പറയുന്നതാണ്. അങ്ങനെ പറയാൻ ഒരുപാട് കഥകളുണ്ട്. അപ്പം ഇതൊക്കെ പറയുന്ന ഞാൻ വലിയ പരിശുദ്ധാത്മാവാണെന്നല്ല പറയുന്നത്, പരിശ്രമിക്കുകയാണ്. ധാരാളം ചീത്തപ്പേരുകൾ കേൾക്കാൻ വിധിക്കപ്പെട്ടവരാണ് സൂഫികൾ. എന്താ കാര്യം? ആരെ നന്നാക്കാൻ പോകുന്നവൻ ചീത്തയാവും. അത് ഇതിൻ്റെ ഒരു ഭാഗമാണ്. പ്രവാചക പ്രഭു മുഹമ്മദ് റസൂലുള്ളാഹി വഫാത്തായി പോയിട്ട് എത്രയോ കാലം കഴിഞ്ഞു. ഇന്നും പെണ്ണുപിടി എന്നുള്ള ചീത്തപ്പേര് കേൾക്കാൻ വിധിക്കപ്പെട്ട ഒരവസ്ഥയാണ്. അപ്പം അതുകൊണ്ട് അവർ പോലും മല്ലമീൻ എന്ന് പേര് കിട്ടിയിട്ട് പോലും ഇന്നും അവരെ പരിഹസിക്കാൻ ഇവിടെ ആളുകളുണ്ടെങ്കിൽ നമ്മളൊക്കെ എന്താണ്? നമ്മളൊന്നുമല്ല, വെറും നിസ്സാരം. ഒരു പുഴുവിൻ്റെ പോലും വിലയില്ലാത്തവനാണ്. എങ്കിലും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ പരിശ്രമിക്കുകയാണ്. പാടുപെടുന്നുണ്ട്, പരാജയപ്പെടുന്നുമുണ്ട്. പരാജയപ്പെടുന്നതൊക്കെ വിശ്വാസികളെ കൊണ്ട് തന്നെയാണ്. അവർ കാണുന്നത് അവരെ നന്നാക്കാൻ വേണ്ടി വന്ന ആളെയല്ല, അവർ ചെയ്യുന്ന പ്രവൃത്തികളെ നോക്കി വിലയിരുത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരാണ് വന്നാലും പെണ്ണ് വന്നാലും അവരെ നേരെയാക്കാൻ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ അവരുടെ കാഴ്ചപ്പാടിൽ തെറ്റുകളായിരിക്കും. കാരണം അവർ വെറും ശരീഅത്ത് മാത്രം പഠിച്ചുകൊണ്ട് പോകുന്നവരാണ്. അപ്പം അതുകൊണ്ട് അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിൽ ഈ യൂട്യൂബിൽ വീഡിയോ അവതരിപ്പിച്ചപ്പോൾ കുറേ ആളുകളൊക്കെ ഫോൺ നമ്പർ തരുമോ,
ഒന്ന് കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നത് കാണുമ്പോൾ അതിനൊരു മറുപടി തരാത്തതിൻ്റെ കാരണവും ഇത് തന്നെയാണ്. കാണാൻ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. നമ്മൾ ടി വിയിൽ ഒരു ചിത്രം കാണുമ്പോൾ നമുക്ക് നല്ല ഭംഗി തോന്നും. പക്ഷേ ആ സ്ഥലം കണ്ട ഒരാൾ പറയും, ഇത് ഭാരതപ്പുഴയാണ്, ഞാൻ അവിടെ പോയിട്ടുണ്ട്. ടി വിയിൽ അത് വളരെ മനോഹരമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അയാളോട് ചോദിക്കുകയാണ്, ഈ സ്ഥലം എനിക്കും ഒന്ന് കാണണം. അങ്ങനെ അയാളെയും കൂട്ടി ഈ ഭാരതപ്പുഴയുടെ മുമ്പിൽ വരുമ്പോൾ ആ ടി വിയിൽ കണ്ട ഭംഗിയൊന്നും അവിടെ കാണാൻ പറ്റില്ല. കാരണം എന്താ, ഒരു കൊച്ചു പെട്ടിക്കുള്ളിൽ ആ സ്ഥലം ഭംഗിയാക്കിയപ്പോൾ, അതിനെ നിറം പകർന്നപ്പോൾ അത് കാണാൻ വലിയ സൗന്ദര്യമുണ്ടായി. പക്ഷേ വിശാലമായി കിടക്കുന്ന ഭാരതപ്പുഴയെ തൻ്റെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ അതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ കഴിയില്ല. കാരണം അത് വല്ലാത്ത വിശാലതയിൽ കിടക്കുകയാണ്. ആ സൗന്ദര്യം, ആ നിറമൊന്നും ഇവിടെ കാണാൻ കഴിയുന്നു. എന്നതുപോലെ കേൾക്കുമ്പോൾ നമുക്ക് വലിയ കൗതുകം തോന്നും, കാണുമ്പോൾ ആ കൗതുകം പോവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് കേൾക്കുക, വിശ്വസിക്കാൻ പറ്റുന്നവർ വിശ്വസിക്കുക, അല്ലാത്തവർ അതിനെ തള്ളിക്കളയുക. യുദ്ധത്തിനൊന്നും നിൽക്കണ്ട. അപ്പോൾ അതുകൊണ്ട് സൂഫികളെ കാണാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ നിങ്ങളുടെ പ്രശ്നപരിഹാരത്തിനാണോ പോകുന്നത്, ആഖിറം നന്നാകാൻ വേണ്ടിയിട്ടാണോ? നിങ്ങൾ ആദ്യം അതാലോചിച്ച് തീരുമാനമെടുക്കണം. പ്രശ്നപരിഹാരമാണെങ്കിൽ നിങ്ങൾ പ്രശ്നത്തിൻ്റെ പരിഹാരം പറഞ്ഞ് അതിന് സലാമത്ത് കിട്ടിയാൽ പിന്നെ ആ ഭാഗത്തേക്ക് പോകാതിരിക്കുക, അവിടെ നിന്ന് സലാം പറയുക. പിന്നെ നിന്ന് അവരെ നാറ്റിക്കാൻ നിൽക്കരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. അതല്ല ആഖിറം തേടിയാണോ പോകുന്നത് എങ്കിൽ നമ്മുടെ എല്ലാ സ്വഭാവങ്ങളും ഉപേക്ഷിക്കുക. അവർ നമ്മൾ എന്താണോ ചെയ്യണത് അതിന് നിന്നു കൊടുക്കുക. അത് നമുക്ക് തെറ്റായിട്ട് തോന്നും, ശരിയായിട്ട് തോന്നും, എല്ലാം തോന്നും. ഒന്നും തോന്നണ്ട. അവർ നമുക്കവരെ ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ നമ്മൾ ശരിയാക്കാൻ വേണ്ടി പലതും ചെയ്യും. അതാദ്യം മനസ്സിലാക്കണം. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവേകവും ഉള്ളവർക്കേ ആ വഴിയിലേക്ക് എത്താൻ പറ്റുള്ളൂ, അല്ലാത്തവരെത്തില്ല. ഇതൊരു വളരെ വിശാലമായി പറഞ്ഞു പോകേണ്ട ഒരു കാര്യമാണ്. കാരണം ഞാനിതൊക്കെ കണ്ടത് കൊണ്ടാണ് പറയുന്നത്. എൻ്റെ ഷെയ്ഖിൻ്റെ അടുക്കൽ വയറുവേദന എടുത്തുകൊണ്ട് നിക്കക്കള്ളിയില്ലാതെ ആ ഷെയ്ഖിൻ്റെ അടുക്കൽ വിശ്വാസിയായി നിൽക്കുന്ന ഒരു മുരീദ്, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തിയുടെ ആ സ്ത്രീക്ക് വയറുവേദന, കഠിനമായ വയറുവേദന. തൊട്ടടുത്ത് തന്നെയാണ് അവരുള്ളത്, സൂഫി ഉള്ളത്. ഇദ്ദേഹം പറഞ്ഞു, നമുക്ക് അവരുടെ അരികിലൊന്ന് കൊണ്ടുപോകാം. അങ്ങനെ ആ സ്ത്രീയുടെ ഭർത്താവും ആ സ്ത്രീയും ഈ വിശ്വാസിയായ മുരീദും കൂടി നേരെ അവിടെ ചെന്നപ്പോൾ ഷെയ്ഖ് അവരുടെ വയറിൽ കൈവച്ചുകൊണ്ട് വയറുവേദന വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ആ സെക്കൻഡിൽ വയറുവേദന മാറിപ്പോയി. പക്ഷെ അത് അവരുടെ ഭർത്താവിന് ഇഷ്ടപ്പെട്ടില്ല. അയാൾ എത്ര ആലിമല്ലേ, വലിയൊരു ആലിമല്ലേ, അങ്ങനെ വയറിൽ തൊടാമോ? പിന്നെ അതൊരു പ്രശ്നമായി മാറി. അപ്പോൾ വയറുവേദന മാറിയതല്ല, വയറ്റിൽ തൊട്ടതാ പ്രശ്നം. അപ്പോൾ ഈ ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുവരണമെങ്കിൽ ഡോക്ടർ തൊട്ട് കഴിഞ്ഞാൽ അവർക്കൊരു വിഷയവുമില്ല. ഇതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ്. ഇതൊന്നും പറഞ്ഞാൽ തലയിൽ കയറില്ല, പരിഹസിക്കാൻ ആളുകൾ കൂടും. ഇതൊക്കെ അറിയണമെങ്കിൽ അതിന് അല്ലാഹു തആല അനുഗ്രഹിച്ചവർക്ക് മാത്രമേ അത് ഉൾക്കൊള്ളാനും നിൽക്കാനും പറ്റുള്ളൂ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. തൽക്കാലം നിർത്തുന്നു. ഇൻഷാ അല്ലാഹ് ഇത് കേട്ട നിങ്ങൾക്ക് പരിഹാസമായിട്ടും തോന്നാം, കളിയാക്കലെങ്കിൽ കളിയാക്കാം, എല്ലാം ചെയ്യാം. ഞാൻ യാഥാർത്ഥ്യങ്ങളാണ് പറഞ്ഞത് എന്ന് വെച്ച് ഞാൻ ശരിയാണെന്നും പറയുന്നില്ല. ശരിയാകാൻ ശ്രമിക്കുകയാണ്. നമ്മളിപ്പോഴേ ശരിയായാൽ നമുക്ക് പിന്നെ ചീത്തപ്പേര് കേൾക്കേണ്ടി വരും. അപ്പോൾ മരിക്കണ പേരും ചീത്തയായിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. മരിക്കുമ്പോൾ നന്നായാൽ മതി. അള്ളാഹു അതിന് തൗഫീക്ക് ചെയ്യട്ടെ. സ്നേഹപൂർവ്വം നിർത്തുന്നു.